തമിഴ് സിനിമയിലെ മുൻനിര താരങ്ങളാണ് നടൻ വിജയും നടി തൃഷയും. വർഷങ്ങൾക്ക് മുൻപ് മുതൽ തമിഴിലെ ഹിറ്റ് കോംബോയും താരങ്ങളായിരുന്നു. ഇരുവരും നിരവധി സിനിമകളിൽ നായികനായകന്മാരായി ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. കുറെ കാലത്തിന് ശേഷം ഏറ്റവും ഒടുവിൽ ലിയോ എന്ന സിനിമയിലൂടെ വിജയും തൃഷയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷകർക്ക് മുന്നിലെത്തി. പൊതുവെ നായകനും നായികയും കൂടുതൽ ചിത്രങ്ങളിൽ ജോഡിയായി അഭിനയിച്ചാൽ അവരെക്കുറിച്ച് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതാണ് പതിവ്. സമാനമായ രീതിയിൽ വിജയ് തൃഷ കൂട്ടുകെട്ടിനെക്കുറിച്ചും നിരവധി ഗോസിപ്പുകളും വന്നിരുന്നു. ഇത് കാരണം വിജയുടെ കുടുംബത്തിൽ ഭിന്നതയുണ്ടാവുകയും ഭാര്യ സംഗീത ഇയാളുമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണെന്നും വരെ കഥകൾ വന്നു. അടുത്തിടെയാണ് വിജയും സംഗീതയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന വിവാദം കത്തിപ്പടർന്നത്. ഇതിന് പിന്നിൽ ഒരു പ്രമുഖ നടിയുണ്ടെന്ന ആരോപണം ചെന്നെത്തിയത് നടി തൃഷയിലേക്കായിരുന്നു. എന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുന്ന തരത്തിലൊരു വെളിപ്പെടുത്തലാണ് സിനിമാ ലോകത്തു നിന്നും ഇപ്പോൾ പൊങ്ങി വന്നിരിക്കുന്നത്. വില കൂടിയ നെക്ലേസ് വിജയ് തൃഷയ്ക്ക് സമ്മാനമായി നൽകിയെന്നാണ് പ്രചരിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. അടുത്തിടെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെ പ്രശസ്ത സിനിമാ പത്രപ്രവർത്തകനായ പാണ്ഡ്യൻ വിജയ് തൃഷയെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. മുൻപ് നടി തൃഷയുടെ വീട്ടിൽ ED റെയ്ഡിൽ 1 കോടി രൂപ വിലമതിക്കുന്ന വജ്ര നെക്ലേസ് പിടിച്ചെടുത്തിരുന്നു. കണക്കിൽപ്പെടാത്ത മാലയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ തൃഷയോട് ചോദിച്ചപ്പോൾ അത് തനിക്ക് സമ്മാനം ലഭിച്ചതായിരുന്നു എന്നായിരുന്നു മറുപടി. തമിഴിലെ സൂപ്പർ താരം കൂടിയായ നടൻ വിജയ് തനിക്ക് സമ്മാനമായി നൽകിയ മാലയാണെന്നാണ് തൃഷ പറഞ്ഞതെന്നും പാണ്ഡ്യൻ പറയുന്നു. തൃഷയ്ക്ക് ഇത്രയും വലിയ തുകയുടെ സമ്മാനം വിജയ് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യം എന്താണെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. മാത്രമല്ല, കേട്ടത് സത്യമാണെങ്കിൽ വിജയ് തൃഷ ജോഡികൾക്കിടയിൽ എന്തോ ബന്ധമുണ്ടെന്നും നടൻ്റെ ഭാര്യ സംഗീതയുടെ പ്രശ്നം ഇതായിരിക്കുമെന്നും ഊഹാപോഹങ്ങൾ പ്രചരിച്ചു തുടങ്ങി. മാത്രമല്ല, തൃഷ ഇനിയും വിവാഹിതയാവാതെ നിൽക്കുന്നതിൻ്റെ കാരണവും അന്വേഷിക്കുകയാണ് ആരാധകർ. ഗില്ലി എന്ന സിനിമയിലൂടെയാണ് വിജയും തൃഷയും ആദ്യമായി ഒന്നിച്ചഭിനയിക്കുന്നത്. 2004 പുറത്തിറങ്ങിയ ചിത്രം ധരണിയാണ് സംവിധാനം ചെയ്തത്. ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറിയ സിനിമയിലേക്ക് ഇന്നും വലിയ സ്വീകാര്യതയാണുള്ളത്. ഒരുമിച്ച് അഭിനയിച്ച ആദ്യ സിനിമയിലൂടെ തന്നെ ഇരുവരുടെയും കെമിസ്ട്രി വേറെ ലെവലിൽ വർക്കൗട്ടായി. ഇതിനെ തുടർന്നുള്ള നിരവധി സിനിമകളിൽ രണ്ടാളും ഒരുമിച്ച് അഭിനയിച്ചു. ഗില്ലിക്ക് ശേഷം തിരുപ്പാച്ചി, കുരുവി, ആദി എന്നിങ്ങനെയുള്ള ചിത്രങ്ങൾ താരങ്ങൾ അഭിനയിച്ചെങ്കിലും പിന്നീട് വർഷങ്ങളോളം ഇരുവരും ഒന്നിച്ചഭിനയിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ലിയോ എന്ന സിനിമയിലൂടെ 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വിജയും തൃഷയും വീണ്ടും ഒന്നിച്ചു. ചിത്രത്തിൽ വിജയുടെ ഭാര്യയായും 2 കുട്ടികളുടെ അമ്മയുമായിട്ടാണ് തൃഷ അഭിനയിച്ചത്.